Good morning, sir. Nancy, good morning. Vidya, Anshu, good morning. Good morning, sir. Sudhi, good morning. Morning, sir. Morning, sir. Lena, good morning. Good morning, sir. Good morning, sir. JC Rajiv, good morning. ആരാണ് പ്രയർ? സർ ഞാനാണ്. ഓക്കെ, എനിക്ക് കണ്ടിന്യൂ. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ. ഭക്തിയും വിവേകവും തരേണമേതയാനിതേ. ഭക്തിയും വിവേകവും തരേണമേതയാനിതേ. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. ഏകനാലയം നമുക്ക് നിത്യമായി വസിച്ചിടാൻ എത്രയും മനോജ്ഞമായി സ്നേഹമായി ഭവിക്കണം. ഏകനാലയം നമുക്ക് നിത്യമായി വസിച്ചിടാൻ എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. ഓക്കെ, അഞ്ചു, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഈ കലാലയം അല്ലേ, ഇത് ഗൂഗിൾ കലാലയമായിട്ട് വിചാരിക്കല്ല അഞ്ചു. വെരി ഗുഡ്. ഓക്കെ, സൗണ്ടിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെയാണ് പാടിയത് അത് വ്യത്യസ്തമാക്കി ആ മൊബൈൽ പിടിക്കുന്നതൊക്കെ ഒന്ന് വ്യത്യസ്തമാക്കി. അതിനൊക്കെ സൗണ്ട് പോകുന്നുണ്ട്. ഓക്കെ 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 സർ. Then thought of the day. Good morning, sir. Yes, very good morning, Nancy. Education is the most powerful weapon which you can use to change the world. Nelson Mandela. Thank you and have a nice day. Yes, education is the investment which you get more interest. Very good, very good, very good. Yes, then signing on. Good morning, sir. Yes, please. First, I would like to welcome our doctor to the wonderful session and welcome you all on this yoga set. It's called Tadasana. One, 2, 3, 4, 5, 6, 7, 8. Okay, ഇവരൊക്കെ എക്സസൈസ് ഒക്കെ പഠിപ്പിക്കണം അല്ലേ ശ്രുതി? ഉണ്ട് സർ. ശ്രുതി അതിന്റെ ആളാണെന്നല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ ഭയങ്കര ശബ്ദം വരുന്നുണ്ട്. ശ്രുതിയുടെ അല്ലാതെ ശബ്ദം വരുന്നുണ്ട്. അതെ, ഞാൻ പഠിക്കുന്നില്ല. Okay, Shruti, very good, very good. Thank you. Yes, okay. Now let us start. നമുക്ക് ആരംഭിക്കാം. അപ്പൊ നമ്മൾ കോൺകോഡ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നതാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പൊ അങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നൈദർ നോർ വരെയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ അഞ്ചു? നൈദർ നോർ വരെയല്ലേ നമ്മൾ പറഞ്ഞത്? വെള്ളിയാഴ്ച കയറിയില്ലായിരുന്നു. വെരി ഗുഡ്. യെസ്, സബിത.
അതെ, neither nor. neither nor വരെ. അപ്പൊ അത് വെച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു രണ്ടാമത് വരുന്ന സബ്ജക്ട് ഏതാണോ അത് വെച്ചിട്ട് വേണം നമുക്ക് പരിഗണിക്കാനൊക്കെ നമ്മൾ പറഞ്ഞ് നമ്മൾ ലാസ്റ്റ് അവസാനിപ്പിച്ചത് അങ്ങനെയാണ്. യെസ്, വീണ്ടും നമുക്ക് പല പല സെന്റൻസുകളുടെ കടന്നു പോവാം. യെസ്, എനിക്ക് അടുത്ത സെന്റൻസ്. ദ മൂൺ, MOON, the moon, as well as the stars, 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 dash not to be seen, SEN. I will repeat the question. The moon as well as the stars, STARS, dash not to be seen, SEN. എന്നിട്ട് ബ്രാക്കറ്റിൽ is, are. യെസ്, നിങ്ങൾ മനസ്സിൽ ഒരെണ്ണം പൂരിപ്പിക്കും. അവിടെ ഈസ് വരും, ആറ് വരും, ഏത് വരും നോക്കിയിട്ട് നിങ്ങൾ ഒരെണ്ണം പൂരിപ്പിക്കും മനസ്സുകൊണ്ട് നമ്മൾ ഒരു പക്ഷത്ത് നിൽക്കുക. ഓക്കെ, കറക്റ്റ് ആൻസർ 5 പറയും. 5 ഈസ് വേണോ 6 വേണോ? 6 സർ. 6 ഉറപ്പില്ല അപ്പോഴും അല്ലേ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഉറപ്പുള്ള ഒരാളോട് ചോദിക്കാം. ആൻസി, ഈസ് ആണോ 6 ആണോ? സർ ഈസാണോ? എനിക്ക് ഈസായിട്ടാണ് തോന്നുന്നത്. ഈസായിട്ട് സ്റ്റാർസ് ആണ്, STARS, സ്റ്റാർസ്. അയ്യോ സർ എനിക്ക് ഉറപ്പില്ല സർ. ഈസറാണോ? ആരും പോയില്ലല്ലോ അല്ലേ? ടെക്നിക്കൽ സംഭവിച്ചാണ്. ഓക്കെ, അപ്പോ 5ന്റെ ആൻസർ കിട്ടി, നമുക്ക് ആൻസർ കിട്ടി. രണ്ടുപേരും വ്യത്യസ്ത അഭിപ്രായമായതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ജിൻസി, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ഈസ് ആണോ 6 ആണോ? ജിൻസി കേൾക്കാമോ? ശ്രുതി കേൾക്കാമോ? കേൾക്കാം. റിയാക്ട് ചെയ്യാതെ ഞാൻ വിചാരിച്ചു ഈ വീക്കിൽ കുഴപ്പം സംഭവിച്ചു. പക്ഷെ അത് ഈ ഒരു റൂമിൽ മാത്രം ചെറിയൊരു കുഴപ്പമില്ല, അതാണ്. ഓക്കെ. അപ്പോ ജിൻസി കേൾക്കാമോ? ഓക്കെ, അപ്പൊ ജിൻസിനെ കിട്ടിയില്ല. ശ്രുതി പറഞ്ഞോളൂ, ഈസ് ആണോ 6 ആണോ? 6 ആണെന്നാണ് തോന്നുന്നത്. 6ന്റെ പോണ്. യെസ്, അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കണം. ഞാൻ ഒരു കാര്യം പറയാം.
ഇതിന്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വില്ലനായിട്ടുള്ള ഒരു വേർഡാണ് ആസ് വെൽ ആസ്. ആസ് വെൽ ആസ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം എന്താണ്? അതുപോലെ തന്നെ. ആസ് വെൽ ആസ് എന്ന് പറഞ്ഞാല് അതുപോലെ തന്നെ. അപ്പൊ നോക്കിയേ, ചന്ദ്രനും അതുപോലെ തന്നെ നക്ഷത്രങ്ങളും. അങ്ങനെ ആസ് വെൽ ആസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം, അതിന്റെ അകത്ത് ആദ്യം വരുന്നത് സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കും. ചന്ദ്രനും അതുപോലെ തന്നെ നക്ഷത്രങ്ങളും. രണ്ടാമത്തെ വാചകത്തില് ആസ് വെൽ ആസ് ദ സ്റ്റാർസ്, STARS ഉണ്ട്. അപ്പൊ എസ് കാണുമ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യും? പ്ലൂറലിട്ട് ഫിൽ ചെയ്യും. പക്ഷെ ആസ് വെൽ ആസ് ഉണ്ടെങ്കിൽ നമ്മൾ നൈദർ ഓർ പറഞ്ഞപ്പോ രണ്ടാമത് വരുന്നതാണ് സബ്ജക്റ്റ് ആയിട്ട് പരിഗണിക്കുന്നത്. ഇത് പറഞ്ഞു. ആസ് വെൽ ആസ് ആണെങ്കിൽ എന്ത് വേണം? ആദ്യത്തെ പരിഗണിക്കണം. സൈഡില് മാർജിനിൽ എവിടെയെങ്കിലും കുറിച്ച് വെച്ചു. ആസ് വെൽ ആസ് ഉണ്ടെങ്കിൽ ആദ്യം വരുന്നതായി സബ്ജക്റ്റ് ആയിട്ട് പരിഗണിക്കാവൂ. അപ്പോ ഇവിടെ ആരാണ് പറഞ്ഞത്? അഞ്ചു അല്ലേ പറഞ്ഞത്? ഈസ് എന്ന് പറഞ്ഞ 5 6 എന്നാണ് പറഞ്ഞത് അല്ലേ? സാർ ഈസ് ഞാനാണ് പറഞ്ഞേ. ആൻസിയാണ് പറഞ്ഞു. ഓക്കെ ഓക്കെ, സമ്മതിച്ചു. യെസ്, ചൂടാവണ്ട. ഓക്കെ 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 ഓക്കെ. അയ്യോ അല്ല സാറേ, ഞാൻ പറഞ്ഞതാ. ഓക്കെ ഓക്കെ ഓക്കെ, റെഡിയാ. അപ്പൊ ഈസ കേട്ടോ, അടുത്ത സെൻസ് കേട്ടോ. അപ്പൊ എന്തുകൊണ്ടാണ് സൈഡിലൊന്ന് കുറിച്ച് വെച്ചു. യെസ്. My car as well as two others dash damaged DAMAGED. My car as well as two others. എന്റെ കാറ് അതുപോലെ മറ്റു രണ്ടുപേരുടെയും ഡാമേജ്. ഡാഷ് ഡാമേജ് ബ്രാക്കറ്റില് ഈസ് ഉണ്ട്, ആറുണ്ട്. ഈസ് ഉണ്ട്, ആറുണ്ട്. വിദ്യ ഏത് വേണം? ഈസ് ആയിരിക്കും. ഈസ് ആയിരിക്കും അല്ല, ഈസാണ്. വെരി ഗുഡ് വെരി ഗുഡ്. ഇനി തെറ്റിക്കാൻ പാടില്ല. ആദ്യത്തെ നമുക്ക് തെറ്റാം. അത് ഞാൻ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അത് എന്താണ് നിയമം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തെറ്റാതെ കൊണ്ടുപോകണം. ഈസാണ്, കറക്റ്റ് ആണ്. വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ആസ് വെൽ ആസിന്റെ ഉപയോഗം പഠിച്ചല്ലേ? ആസ് വെൽ ആസ് ഉണ്ടെങ്കിൽ അതിന്റെ അകത്ത് ആദ്യം വരുന്നത് സബ്ജക്റ്റ് ആയിട്ട് പരിഗണിക്കാം. ആദ്യവും സിംഗുലർ ആണ്. ഷിജിനസ്, യെസ്, ആദ്യവും സിംഗുലർ ആണ്. അതിനോടൊപ്പം തന്നെ എന്താണ് രണ്ടാമതും വരുന്നത് സിംഗുലർ ആണ് എങ്കിൽ നോ പ്രോബ്ലം, നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാം. പക്ഷെ ആദ്യം വരുന്നത് രണ്ടാമത് വരുന്നത് ഡിഫറെന്റ് ആണെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം. യെസ്, ഓക്കെ ഓക്കെ. സോ നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതാം. എനിക്ക് മൈ സിസ്റ്റർ along with her two children DW2 two children dash arrived. Okay, my sister along with her two children dash arrived, ARRIVED, arrived. ബ്രാക്കറ്റില് has, comma, have, HAVE, have. യെസ്, സബിത എന്ത് വരും ഇവിടെ? ഹാസ്. ഉറപ്പാണോ? എലോങ്ങിന് മുമ്പ് മൈ സിസ്റ്റർ. എലോങ്ങിന്റെ സാർ പറഞ്ഞില്ല. ഊഹത്തിൽ തട്ടല്ലേ? യെസ്, ഓക്കെ ഓക്കെ. അവിടെ ഞാൻ ഒരു ആദ്യം ചോദിക്കാം. Can you hear me, sir? സോ സാർ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ നേരത്തെ വിളിച്ചത് ജിൻസിയെ. അത് എനിക്ക് എന്തോ പ്രോബ്ലം ആയിട്ട് ക്ലാസ് കണക്ട് ആവുന്നില്ലായിരുന്നു. എനിക്കറിയാം ജിൻസി വിളിച്ചു കഴിഞ്ഞാൽ വിളി കേൾക്കുന്ന ആളാണ്. കാണാതെ
അപ്പോ എന്താണ് ഞാൻ വിചാരിച്ചു ഓൺ ആക്കി വെച്ചിട്ട് വേറെ വഴിക്ക് പോയോ എന്ന് വിചാരിച്ചു. ഇല്ല സാർ, എനിക്ക് ക്ലാസ് കയറിയപ്പോ മുതൽ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് എനിക്ക് കേൾക്കാൻ പറ്റാതായി പോയി. അതിലൊരു ടെൻഷൻ ആയി പോയി സാർ. ഞാൻ നോ പ്രോബ്ലം. താങ്ക് യു സാർ. ഹലോ ഓക്കെ 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 ഞാൻ വന്നു. യെസ് കേൾക്കാമല്ലോ. ഓക്കെ 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 ഓക്കെ. അതെ, ഇതിന്റെ പവർ ട്രിപ്പായി പോയതാണ്. എന്തോ ടെക്നിക്കൽ എററാന്ന് തോന്നുന്നു. ഈ ഒരു ക്ലാസ്സിൽ മാത്രമേ കുഴപ്പമുള്ളൂ, വേറെ ഒന്നും കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് സബിത അപ്പോ അതിന്റെ അകത്ത് ഹാസ് എന്ന് പറഞ്ഞു. കറക്റ്റ് ആണ് ആൻസർ. സബിത ലോട്ടിലേക്ക് എടുത്തോട്ടെ, ബാക്കി കൂടെ നോക്കിയാണ്. മൈ സിസ്റ്റർ, എന്റെ സഹോദരി. എലോങ് വിത്ത് എന്ന് പറഞ്ഞാൽ കൂടെ എന്നാണ്. കൂടെ ഹെർ 2 ചിൽഡ്രൻ, അവളുടെ 2 കുട്ടികൾ. അപ്പൊ നമ്മൾ വിചാരിക്കും സിസ്റ്റർ ഉണ്ട്, പിന്നെ അവളുടെ കൂടെ 2 കുട്ടികളുണ്ട്. ഈ സിസ്റ്ററിനെ മാറ്റി നിർത്തി കഴിഞ്ഞാല് 2 ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ പ്ലൂറൽ ആണെന്ന് നമ്മൾ വിചാരിക്കും. ഇത് ചിന്തിക്കരുത് അങ്ങനെ. എലോങ് വിത്ത് എന്ന് കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും ചിന്തിക്കുക ആദ്യം വരുന്നതാണ് സബ്ജക്റ്റ്. എന്റെ സഹോദരിയും അവളുടെ കൂടെ അവളുടെ 2 കുട്ടികളും. അപ്പൊ അവളുടെ കൂടെ വരുന്ന 2 കുട്ടികൾ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, സഹോദരി വന്നപ്പോ കൂടെ പോകുന്നതാണ്. യെസ്, അപ്പൊ എലോങ് വിത്ത് കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ ആദ്യം വരുന്ന സബ്ജക്റ്റ് എടുക്കുക. അത് സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് രേഖപ്പെടുത്തി വെച്ചോളൂ. യെസ്, അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ സബിത പറഞ്ഞതുപോലെ ഹാസ് ആണ്. ഹാസ് ആണ്. യെസ്, അടുത്തത് the house, HOUSE, the house with all, AWL, with all the furniture, with all the furniture, 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 dash being, BEING, being auctioned, AUTIONED. സാറേ ഒന്നുകൂടെ പറയാമോ? Okay, don't worry. Yes, the house with all the furniture dash being auctioned, AUCTIONED.
TIONED ഓപ്ഷൻ. യെസ്. ബ്രാക്കറ്റില് ഈസ് ഉണ്ട്, ആർ ഉണ്ട്. ഈസ് കോമ ആർ. ഐഷ. ഐഷ. സർ ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് ഒന്നും കൂടി ഒന്ന് പറയാവോ? ഡാഷ് ബീങ് ഓപ്ഷൻ, ലേലം വിളിച്ചു, ലേലം വിളിച്ചു ഓപ്ഷൻ. AUTIONED ഓപ്ഷൻ. ഈസ് ആണ്, ആറാണ്? ഈസ് അല്ലേ സർ? ഈസാണ്. അവിടെ നിൽക്കട്ടെ. അല്ലുസെ എന്താണ്? ഈസാണ്, ആറാണ്? അല്ലൂസ പറയുന്ന ആറാണ്. അപ്പൊ ഇവിടെ നോക്കട്ടെ, ഇവിടെ നോക്കി. ഈ അതിന് തൊട്ട് മുന്നിൽ നമ്മൾ എലോങ് വിത്ത് എഴുതിയില്ലേ, അതുപോലെ തന്നെയാണ് എലോങ് ഇല്ല, വെറുതെ വിത്ത് എന്ന് വന്നു കഴിഞ്ഞാൽ. നോക്കി, ദ ഹൗസ്, വീട്, വിത്ത് ഓൾ ഫർണിച്ചർ, കൂടെ എല്ലാ ഫർണിച്ചറും. ഡാഷ് ഓപ്ഷന് ലേലം ചെയ്തു. വീടും വീടിന്റെ കൂടെയുള്ള എല്ലാ ഫർണിച്ചറും ലേലം ചെയ്തു. അപ്പൊ നമ്മൾ വിചാരിക്കും വീടുമുണ്ട് പിന്നെ ഫർണിച്ചറും ഉണ്ട്, അപ്പൊ പ്ലൂറലാണെന്ന് വിചാരിക്കും. പക്ഷെ അത് സിംഗുലർ ആണ്. കാരണം ഈ വിത്ത് ഉണ്ടെങ്കിൽ ആ വിത്തിന് തൊട്ട് മുമ്പ് വരുന്നതാണ് എന്ത് വരുന്നത്? സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ വിത്തിന് തൊട്ട് മുമ്പ് വരുന്നത് എന്താണ്? ദ ഹൗസ്. ഒരെണ്ണുള്ളൂ, ദ ഹൗസസ് അല്ല, ദ ഹൗസ്. അപ്പൊ അവിടെ എന്താണ്? ഈസ് ആണ് കറക്റ്റ്. ഈസ്. അടുത്ത് each man and each woman, WOMA, each woman dash sitting, sitting here, here. ബ്രാക്കറ്റില് ഈസ് ഉണ്ട്, ആർ ഉണ്ട്. ഈച്ച് മാൻ ആൻഡ് ഈച്ച് വുമൺ ഡാഷ് സിറ്റിംഗ് ഹിയർ. ബ്രാക്കറ്റില് ഈസ് ഉണ്ട്, ആർ ഉണ്ട്. ശ്രുതി MV ഈസാണ്, ആറാണോ? ആറാണ്. ആറാണ്. ലെനക്ക് തോന്നുന്നു. ഈസാണെന്ന് തോന്നുന്നു സാർ. ഈസാണെന്ന് തോന്നുന്നു. ഓക്കെ, അവിടെ നിൽക്കട്ടെ കേട്ടോ. നോക്കി, ഈച്ച് മാൻ, ഓരോ മനുഷ്യൻ. അപ്പൊ 1 by 1 ആണ്. ഓരോരുത്തരും കണ്ട, അവിടെ അത് സിംഗുലർ ആയിട്ട് പരിഗണിക്കുക. ഈച്ച് എന്ന് പറയുമ്പോൾ എന്തായിട്ട് പരിഗണിക്കുക? സിംഗുലർ. ഓരോരുത്തരും, ഓരോരുത്തരും. അപ്പൊ 1 by 1 ആണ്. അപ്പൊ സിംഗുലർ ആയിട്ട് പരിഗണിക്കുക. ഈസ് ആണ് കറക്റ്റ്. അപ്പൊ ഇത് സൈഡിൽ എവിടെയെങ്കിലും എഴുതി വെച്ചോ. ഈച്ച് സബ്ജക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ സിംഗുലർ വെർബേ ഉപയോഗിക്കാവൂ. യെസ്. അടുത്തത്, every boy dash adventure, ADVENTURE. every boy dash adventure. adventure സാഹസികത. ബ്രാക്കറ്റില് ലവ്,
loves, L-O-V-E-S, loves. Yes. Okay. അപ്പൊ നോക്കിയ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ലവ്സ് വരും, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ലവ് വരും. ഓക്കെ. യെസ്. ഹരിത, ലവ് ആണ് ലവ് ആണ്? ലവ്സ് ആണ്. ആരതി? ലവ്സ് ആണ്. രണ്ടുപേരും ലവ്സ് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇത് തിരുത്താൻ പോകുന്നില്ല. കറക്റ്റ് ആൻസർ. ഓക്കെ 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 ഓക്കെ. ലവ്സ് ആണ്. കാരണം എവരി വൺ എന്നുള്ളത് അല്ലെങ്കിൽ എവരി എന്താണ് എവരി പോയിന്റ് അല്ല പറഞ്ഞേ? യെസ്, എവരി പോയിന്റ്. ഓരോ കുട്ടികളും, എല്ലാവരും, ഓരോ കുട്ടികളും. യെസ്, കറക്റ്റ് ആണ്. ലവ്സ് ആണ് കേട്ടോ. അടുത്തത് അറേബ്യൻ നൈറ്റ്സ്, എ ക്യാപിറ്റൽ ലെറ്റർ, എൻ ക്യാപിറ്റൽ ലെറ്റർ. ARABIAN, അറേബ്യൻ നൈറ്റ്സ്, NIGHTS, നൈറ്റ്സ് ഡാഷ് dash wonderful work, WORK, work. Arabian Nights dash wonderful work. ബ്രാക്കറ്റില് ഈസ് ഉണ്ട്, ആർ ഉണ്ട്. ഈസ് ഉണ്ട്, ആർ ഉണ്ട്. ആർസു എന്തുകൊണ്ടെന്ന് വെച്ചാല് ആർസ് നോക്കി കഴിഞ്ഞപ്പോ അറേബ്യൻ നൈറ്റ്സ് എന്നാണ് അല്ലെ? നൈറ്റ് ആണ് അല്ലെ? ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അവിടെ നിൽക്കട്ടെ. ജിൻസി, ജിൻസികൾ കയറി വന്നാലും കുഴപ്പമില്ല. ജിൻസി പറഞ്ഞോളൂ, ജിൻസിക്ക് എന്ത് തോന്നുന്നു? യെസ്, ഞാൻ ഈ ചോദ്യത്തിലെ ഒരു വാക്യം മാറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം അത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പറയും. ആർസു നമ്മൾ ഇതിനകത്ത് തെറ്റിദ്ധരിക്കും. ഈ അറേബ്യൻ നൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകത്തിന്റെ പേരാണ്. അല്ല, അറേബ്യൻ നൈറ്റ്സ്. അപ്പൊ നമ്മൾ ഇത് കാണുമ്പോൾ വിചാരിക്കും ഓ നൈറ്റ്സ് പ്ലൂറലല്ലേ നമ്മൾ ചിന്തിക്കും. ഇറ്റ് ഇസ് എ നെയിം ഓഫ് എ ബുക്ക്. ഈ ചോദ്യത്തിൽ ഞാനൊരു വാക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ആ വാക്കിന് നിങ്ങൾ എഴുതിക്കോ, അറേബ്യൻ നൈറ്റ്സ് ഡാഷ് എ വണ്ടർഫുൾ വർക്ക്. ആ എ ഞാൻ ഒഴിവാക്കിയതാണ്. എ കാണുമ്പോൾ ഒരുപക്ഷെ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും, ഓ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്നല്ല അർത്ഥം, അപ്പോ ഇത് സിംഗുലർ ആയിരിക്കും എന്ന് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം അവിടെ എ പറയാതിരുന്നതാണ്. എ അവിടെ എഴുതുക. അപ്പൊ വേറെ കുറച്ച് പേര് ചിന്തിക്കുന്നുണ്ടാവും, ഓ അങ്ങനെയുണ്ടല്ലോ, അങ്ങനെ മനസ്സിലാക്കാല്ലേ ശരിയായിട്ടുണ്ട്. സാറിപ്പോ എ പറഞ്ഞാലും ചിലപ്പോൾ ഞാനിപ്പോ മാറ്റി പറഞ്ഞതിന് തിരിച്ചുണ്ടാവാം. അപ്പൊ എ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കും ഒരെണ്ണേ ഉള്ളൂ. അതിന് നമുക്ക് ഒരു ക്ലൂ കിട്ടും. അത് കിട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ അവിടെ എ പറയാനിരുന്നത്. എയും കൂടി അവിടെ ഉണ്ട്. അപ്പൊ നോക്കാം, അറേബ്യൻ നൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥ കേട്ടിട്ടില്ലേ? ഒരു സുൽത്താൻ ഒരു ഭാര്യയെ എടുത്തൊരു കഥ കേട്ടിട്ടില്ലേ? ആർസു കേട്ടിട്ടുണ്ടോ കഥ? ഷിൻബാദ്. യെസ്. ഇനി ഇതിന്റെ അകത്ത് ആരെങ്കിലും ആൻസി കേട്ടിട്ടുണ്ടോ? വിദ്യ കേട്ടിട്ടുണ്ട്? കേട്ടിട്ടില്ല സർ. അതെ, കേട്ടിട്ടില്ല. അല്ല അതെ, നിങ്ങളായാലും ടീച്ചർമാരൊക്കെ ആണല്ലോ. ഞാനൊരു പേരൊക്കെ മറന്നുപോയല്ലോ. ഷിൻബാദ് എന്ന് പറയുന്ന കഥയുടെ പേര് ഷിൻബാദ് സ്റ്റോറി തന്നെയാണ്. അപ്പോ കേട്ടിട്ടുണ്ട്, സിന്ധുബാദും കടൽ മനുഷ്യനും. അതെ, അങ്ങനെയാണ് എന്റെ കഥ. അപ്പൊ എന്റെ ചുരുക്കം ഇതുള്ളൂ. ഒരു രാജ്യത്തൊരു സുൽത്താൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ സുൽത്താന്റെ ഭാര്യയായിട്ടുള്ള സ്ത്രീ അത്ര നല്ല സ്ത്രീ ആയിരുന്നില്ല. പിന്നീട് അദ്ദേഹം കണ്ടുപിടിച്ച് കഴിയുമ്പോൾ സുൽത്താൻ സകല സ്ത്രീകളോടും ദേഷ്യം വന്നു. അപ്പൊ സുൽത്താൻ രാജാവാണല്ലോ, ഈക്വൽ ടു രാജാവ്. അപ്പൊ സുൽത്താനോട് ഓർഡർ ഇടുകയാണ്, എനിക്ക് ഈ പ്രജകളിൽ നിന്ന് എല്ലാ ദിവസവും ഒരു പെൺകുട്ടി എന്റെ ഭാര്യയായിട്ട് വരണം.
പിറ്റേന്ന് രാവിലെ അതിന്റെ തലവെട്ടിക്കളയുകയും ചെയ്യും. ഇതാണ് സുൽത്താന്റെ ഓർഡർ. അപ്പൊ ഈ ഓർഡർ ഇട്ടിരിക്കുന്നത് സുൽത്താൻ ആയതുകൊണ്ട് ആർക്കും അതിന് നിഷേധിക്കാൻ പറ്റില്ല. യെസ്. അപ്പോ പെൺകുട്ടികളൊക്കെ ഇന്ന് ആർക്കാണ് പോകേണ്ടി വരിക എന്നുള്ളത് പേടിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അവസാനം ഈ പെൺകുട്ടികളൊക്കെ കൂടി ഒരു കുടത്തില് എല്ലാവരുടെ പേര് എഴുതിയിട്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോ കുടത്തിൽ നിന്നൊരു പേരെടുക്കും. ആ പേര് ആർക്കാണ് കിട്ടുന്നത് അവര് പോയിക്കോളും. മരണത്തിലേക്കാണ് പോണത്. കാരണം അന്നത്തെ ഒരു ദിവസം ഉള്ളൂ സുൽത്താന്റെ ഭാര്യ, പിറ്റേന്ന് തലവെട്ടിക്കളയും. അതാണ് സുൽത്താന്റെ കണ്ടീഷൻ. യെസ്. അപ്പൊ ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പൊ അങ്ങനെ അവിടുത്തെ പ്രധാനമന്ത്രിയുടെ മകൾക്ക് ഒരു ദിവസം നിരക്ക് കിട്ടുകയാണ്. അപ്പോ ആ പ്രധാനമന്ത്രി വളരെയധികം വിഷമിക്കുന്നുണ്ട്. തന്റെ മകൾ പിറ്റേ ദിവസം ജീവനോടെ ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വളരെയധികം വിഷമിക്കുന്നുണ്ട്. അപ്പൊ മകള് വേഗം തന്നെ അച്ഛനെ ആശ്വസിപ്പിക്കും. അത് കുഴപ്പമില്ല അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കും. അങ്ങനെ അന്ന് വൈകുന്നേരം സുൽത്താന്റെ ഭാര്യയായിട്ട് ഈ പെൺകുട്ടി പോകാൻ. അപ്പൊ ഈ പെൺകുട്ടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ പോകുന്നതിന് മുമ്പ് പെൺകുട്ടി ഒരു തോഴി കൂടെ കൊണ്ടുവന്നുണ്ട്. ഒരു മെയിൽ ഫീമെയിൽ സെർവന്റ് കൂടെ പോകുന്നത്. അപ്പൊ തോഴിക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവേറുന്നതിന് മുമ്പ് നീ വന്ന് എന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കണം. ഇതാണ് തോഴിക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. അപ്പൊ അങ്ങനെ ഈ പ്രധാനമന്ത്രിയുടെ ഈ ചെറിയ പെൺകുട്ടി സുൽത്താന്റെ മണിയറയിലേക്ക് വന്നു. അവിടെ സുൽത്താനോടൊപ്പം വന്ന് രാത്രി ചെലവഴിക്കുകയാണ്. നേരം വെളുക്കുന്നതിന് മുമ്പ് ഈ തോഴി വന്ന് ഈ പെൺകുട്ടിയെ വിളിച്ചെഴുന്നേൽപ്പിക്കണം. എന്നിട്ട് തോഴി പോയി. അത് കഴിഞ്ഞതിന് ശേഷം ഈ പെൺകുട്ടി സുൽത്താനെ വിളിക്കാം. സുൽത്താനെ വിളിച്ചിട്ട് ഒരു കഥ പറയുക. ആ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കറക്റ്റ് ആയിട്ടൊരു കഥയാണ് പറയുന്നത്. ആ കഥയുടെ ലാസ്റ്റ് ഇവള് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ലയോ സുൽത്താനെ, നിങ്ങളായിരുന്നു ആ മനുഷ്യനെങ്കിൽ നിങ്ങൾ അതിനകത്ത് എന്ത് ചെയ്യുമായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. അവിടെ കൊണ്ടാണ് കഥ കൊണ്ടൊന്ന് മുട്ടിക്കുന്നത്. ഞാൻ എക്സാമ്പിൾ പറയാം. സോളമൻ രാജാവിന്റെ അരികത്ത് 2 അമ്മമാര് ഒരു കുട്ടിയെ കൊണ്ടുവന്നു. ഇന്നത്തെ പോലെ DNA ടെസ്റ്റ് ഒന്നും ഇല്ലാതെ ഒരു കാലഘട്ടം. അപ്പൊ അതിൽ നിന്ന് യഥാർത്ഥത്തിലുള്ള അമ്മയെ കണ്ടെത്തി കുട്ടിയെ അമ്മയ്ക്ക് കൊടുക്കണം. രാജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ റെപ്രസെന്റേഷൻ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പ്രതിനിധിയാണ്. അപ്പൊ രാജാവിന്റെ തീരുമാനങ്ങൾ തെറ്റാൻ പാടില്ല, കറക്റ്റ് ആയിരിക്കണം. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഇതിൽ നിന്ന് യഥാർത്ഥത്തിലുള്ള അമ്മയെ കണ്ടുപിടിക്കണം. 2 പേരും പറയുന്നു ആ കുട്ടി അവരുടെയാണ്. ഈ കഥ നിങ്ങൾ കേട്ട് കാണും. അപ്പോ രാജാവ് എന്ന് പറയുന്നു, ഭടനോട് പറയുന്നു ഒരു വാള് കൊണ്ടുവരാൻ പറയുന്നു. ആ വാള് കൊണ്ട് കുട്ടിയെ 2ആക്കി മുറിച്ചിട്ട് ഒന്ന് ഒരമ്മയ്ക്കും പകുതി മറ്റമ്മയ്ക്കും കൊടുക്കാമെന്ന് പറയുന്നു. ഉടനെ അത് 2 വന്നിരിക്കുന്ന 2 അമ്മമാരിൽ ഒരമ്മ പറയുന്നു വേണ്ട, മുറിക്കണ്ട, മറ്റവൾക്ക് കൊടുത്തു, ഈ കുഴപ്പമില്ല എന്ന് പറയുന്നു. അതിൽ നിന്ന് സോളമൻ രാജാവിന് മനസ്സിലായി യഥാർത്ഥത്തിലുള്ള അമ്മ ആരാണ്. മറ്റേ പെണ്ണിന് കുഴപ്പമില്ല, പകുതി കിട്ടിയാലും മതി. മകളിനെ പ്രസവിച്ച അമ്മയ്ക്ക് മകനെ കൊല്ലുന്നത് കണ്ടെടുക്കാൻ പറ്റില്ല. അത് സോളമൻ രാജാവ് അന്ന് ഉപയോഗിച്ച ടെക്നിക്കാണ്. അപ്പൊ ഇവിടെ ഈ പെൺകുട്ടി ഇവിടെ സുൽത്താനോട് കഥ പറയുമ്പോൾ പറയണം, യെസ്, അങ്ങനെ ഒരു ഞാനൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. രാജാവിന്റെ അരികത്തേക്ക് 2 അമ്മമാര് കുട്ടിയെ കൊണ്ടുവരുന്നു. 2 പേരും പറയുന്നു എന്റെ കുട്ടിയാന്ന് പറയുന്നു. അതിൽ നിന്ന് യഥാർത്ഥ അമ്മയെ നിങ്ങൾ എങ്ങനെ എടുക്കും? അപ്പോൾ രാജാവ് ടെക്നിക്ക് ഉപയോഗിക്കാൻ തീരുമാനിച്ചു. ഒരു വാള് കൊണ്ടുവന്ന് മുറിച്ച് 2 പേർക്കും പകുതി കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ ആദ്യത്തെ അമ്മ പറഞ്ഞു എനിക്ക് വേണ്ട, മറ്റവൾക്ക് കൊടുത്തു. 2ാമത്തെ അമ്മയും പറഞ്ഞു വേണ്ട വേണ്ട, മുറിക്കണ്ട, മറ്റവൾക്ക് കൊടുത്തു. അല്ലയോ രാജാവേ, നിങ്ങളായിരുന്നു ആ സോളമൻ സുൽത്താനെ, നിങ്ങളായിരുന്നു ആ സോളമൻ രാജാവെങ്കിൽ അതിൽ നിന്ന് നിങ്ങളെ എങ്ങനെ യഥാർത്ഥത്തിലുള്ള അമ്മയെ കണ്ടുപിടിക്കുമായിരുന്നു? ചോദ്യം ആരോടാണ്? നർമ്മിതയോടാണ്. നർമ്മിത നർമ്മദയായിരുന്നു ആ രാജാവെങ്കിൽ ഈ സിറ്റുവേഷൻ അതിൽ നിന്ന് യഥാർത്ഥത്തിലുള്ള അമ്മയെ എങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, പറ്റിയില്ലേ? പെട്ടെന്നൊരു ഉത്തരം പറയാൻ നർമ്മിതക്ക് പറ്റിയില്ല. ഇതുപോലെ തന്നെയാണ് ഈ പെൺകുട്ടി കഥ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴും ഈ സുൽത്താൻ ഒരു ഉത്തരം പറയാൻ പറ്റില്ല. അപ്പൊ നേരം വെളുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സുൽത്താൻ ഒരുപാട് ജോലിയും കാര്യങ്ങളും രാജ്യകാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ സുൽത്താൻ വരും ഭടനോട് വിളിച്ചു പറയുന്നു, ഇവള് ഇന്ന് കൊല്ലണ്ട, ഇന്ന് ഇവള് കാരാഗൃഹത്തിൽ അടച്ചിട്ട് നാളെയും ഇവിടെ തന്നെ മതി, വേറെ പെൺകുട്ടി വേണ്ട. എന്നിട്ട് ഈ കഥയുടെ ബാക്കി കേട്ടിട്ട് മറ്റന്നാൾ ഇവളെ കൊല്ലാന്ന് പറയും. യെസ്. അപ്പൊ അന്ന് രാവിലെയും ഈ തോഴി വന്ന് വിളിച്ചത് അന്ന് കഥ പറയണം. അങ്ങനെ ഇവള് 1001 രാത്രികളിൽ കഥ പറഞ്ഞു. അതാണ് അറേബ്യൻ നൈറ്റ്സ് എന്ന് പറയുന്നത്. അറേബ്യൻ നൈറ്റ്സ് എന്ന് പറഞ്ഞാൽ രാത്രി 1001 കഥകള് 1001 രാത്രികളിൽ ഇവള് പറഞ്ഞ കഥകൾ അറേബ്യൻ നൈറ്റ്സ്.
പിന്നെ അതിന്റെ ഒരുപാട് സീരിയലും ഇതൊക്കെ പിന്നെ വന്നിട്ടുണ്ട്. ഇത് നിങ്ങളൊന്ന് കരുതി വെച്ചോ. നിങ്ങൾ ഭാവിയിൽ ടീച്ചർമാരൊക്കെ ആയി കഴിയുമ്പോൾ എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഈ കഥകൾ എടുത്ത് ഇങ്ങനെ ഇറക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് കുട്ടികൾ പറയും ടീച്ചർ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ഭയങ്കര റേഞ്ചാണ് ടീച്ചർ എന്ന് ടീച്ചർ നിങ്ങളെ കുറിച്ച് ഒരു കമന്റ് ഓക്കെ ശ്രുതി ഇതാണ് അറേബ്യൻ നൈറ്റ്സ്. അപ്പൊ അറേബ്യൻ നൈറ്റ്സ് എന്ന് പറയുമ്പോൾ രാത്രി എന്ന് വിചാരിക്കേണ്ട ദിസ് ഈസ് ദ നെയിം ഓഫ് എ ബുക്ക്. ഞാൻ ആ കഥ പറഞ്ഞുപോയി കറക്റ്റ് ആയിട്ട്. ഈ 1001 രാത്രികൾക്കുള്ളിൽ ഇവള് രാജാവിന്റെ സുൽത്താന്റെ 1-2 കുട്ടികളെ പ്രസവിക്കുന്നുണ്ട്. യെസ്, അങ്ങനെ വന്നു കഴിയുമ്പോൾ രാജാവിന്റെ ഉള്ളില് ഒരു തോന്നൽ വരെയാണ് ഒരു സ്ത്രീ മോശമാണെന്ന് കരുതി എല്ലാ സ്ത്രീകളും മോശമാകണമെന്നില്ല. സുൽത്താന്റെ തീരുമാനം മാറുന്നു. ഈ പെൺകുട്ടിയെ രാജ്ഞിയായിട്ട് സ്വീകരിച്ചിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു. ഈ കഥ പണ്ട് കാലഘട്ടങ്ങളില് പായ്ക്കപ്പലിലൂടെയൊക്കെ പോകുമ്പോൾ ആളുകള് ഈ കപ്പൽ ഓടിക്കുന്ന ആളുകളുടെ അരികത്ത് വന്ന് പറയുമെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അവര് വേറൊരു സ്ഥലത്ത് ഇറങ്ങിപ്പോകും. അവിടെ നിന്ന് വേറെ ആൾക്കാർ കയറും. പിന്നെ അവര് മാസങ്ങളോളം ഈ കപ്പലിലുണ്ടാവും. അപ്പോ ഈ കപ്പൽ ഓടിക്കുന്ന ആളെ ചിലപ്പോ അവരോട് ഈ കഥ പറയും. അങ്ങനെയാണ് ഓരോ മോഡലുള്ള കഥകൾ പല രാജ്യങ്ങളിൽ വന്നത്. ഇപ്പൊ പേരുകളൊക്കെ അങ്ങോട്ട് കിടന്ന് മാറിപ്പോയിട്ടുണ്ടാവും. യെസ്, അങ്ങനെ ചെറിയ വ്യത്യാസം. അപ്പൊ ഓരോ പോലെയുള്ളവർ സെയിം കഥയായിരിക്കും, പക്ഷെ അത് വേറൊരു മോഡലാകും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുമെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അവിടെ നിൽക്കട്ടെ, ഞാൻ അറേബ്യൻ നൈറ്റ്സ് വന്നപ്പോൾ ഞാനത് പറഞ്ഞത് മാത്രം. യെസ്, അടുത്തത് ഫിസിക്സ്, PHY SICS, ഫിസിക്സ് dash an important subject. Physics dash an important subject. Yes, ബ്രാക്കറ്റില് ഈസ് ഉണ്ട്, ആറുണ്ട്. ഈസ് ഉണ്ട്, ആറുണ്ട്. പ്രവീണ രാജ്. Physics is an important subject. അതിനകത്ത് ക്ലൂ കിടപ്പുണ്ടായി. ആൻ വന്നു കഴിഞ്ഞാല് നമുക്കറിയാൻ പറ്റും ഒരെണ്ണോട് അല്ലേ? അത് നോക്കിയിട്ടാണ്. യെസ്, ഓക്കെ. ഓക്കെ, ഫിസിക്സ് എന്ന് പറയുമ്പോൾ എസ്സിൽ അവസാനിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അപ്പൊ പ്ലൂറലാവുന്നു. ബോയ്സ് സിംഗുലർ, ബോയ്സ് പ്ലൂറൽ അല്ല, എസ്സിൽ അവസാനിക്കുന്നു. ഗേൾസ് സിംഗുലർ, ഗേൾസ് പ്ലൂറൽ. ഫിസിക്സ് എന്ന് പറയുമ്പോൾ എസ്സിലാണ് അവസാനിക്കുന്നത് എങ്കിലും അതെന്താണ്? സിംഗുലർ ആണ്. ഫിസിക്സ് ഈസ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, അടുത്തത് ദ ജൂറി, JURY, ജൂറി. Jury dash given unanimous, UNANIMOUS, unanimous verdict, VERDICT, verdict. ബ്രാക്കറ്റില് ഹാസ് കോമ have, HAVE, have. യെസ്, ജീനക്കാണ് അവസരം വരുന്നത്. ജീന പറഞ്ഞോളൂ. ഹാസ് ആണ്. ഞാൻ ഒരു ഉദാഹരണം, ജൂറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജഡ്ജി ഒരാളല്ല, 3-4 ജഡ്ജിമാരെ വരുന്നത് തന്നെയാണ് നമ്മളത് പറയാ ജൂറി എന്ന് പറയുന്നത്. ജൂറി. അപ്പൊ അവര് യുനാനിമസ് വെർഡിക്ട്, യുനാനിമസ് എന്ന് പറഞ്ഞാല് ചിലപ്പോ ഒരു കേസ് വരുമ്പോൾ 4 ജഡ്ജിമാരുണ്ടെങ്കിൽ 3 പേര് ഒരു നിലപാടും വേറൊരു ജഡ്ജി വേറെ നിലപാടും വരും. അത് 2 പേര് ഒന്നും 2 പേര് വേറെയും. ഇവിടെ അങ്ങനെയല്ല പറയും, യുനാനിമസ്. അതിൻ്റെ അകത്തുള്ള എല്ലാ ജഡ്ജിമാരും ഒരുമിച്ച് വിധി പറയും. ചില ആളുകൾ വിധിനകത്ത് കേട്ടാണ് ഡിവിഷൻ ബെഞ്ച്, നമ്മൾ ഡിവിഷൻ ബെഞ്ച് എന്ന് പറയില്ലേ, എന്നുവെച്ചാൽ ഒന്നിലധികം ജഡ്ജി ഉണ്ട്. അപ്പൊ ചിലപ്പോ ഒരാളുടെ അഭിപ്രായമായിരിക്കില്ല അടുത്ത ആളുടെ, അത് അഭിപ്രായത്തിന്റെ വിയോജിപ്പ് ഒരു രേഖപ്പെടുത്തും. യെസ്, അതാണ് ഈ ജൂറി എന്ന് പറഞ്ഞ പേരോട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പറഞ്ഞോളൂ,
ജിന അഭിപ്രായം മാറ്റത്തിലേക്ക് മാറ്റാം, ഒരവസരം കൂടി തീർത്താൽ. അതെ, ക്ലിയർ ആവുന്നില്ല, ഒന്നുകൂടി ഒന്ന് അടുപ്പിച്ച് പറഞ്ഞേ. ഹാസ് ആണോ ഹാവ് ആണോ പറഞ്ഞാൽ മതി. ശ്രുതി MB ഹാവിനോട് കുറച്ച് നിൽക്കുന്നു. സാർ ഹാവ് ഹാസ് ആണെന്നാ തോന്നുന്നത്. ഹാസ് ആണെന്നാണ് തോന്നുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനിയിപ്പോ നമുക്ക് ഒരു കാര്യം ചോദിക്കാം. ഷഹാന ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് പറയും. ഓക്കെ ആസു, ഷഹാനക്ക് എന്ത് തോന്നുന്നു? യെസ്. ആശ്രിത? യെസ്. അപ്പോ ഉത്തരത്തിലേക്ക് വരാം. കേട്ടോ? യെസ്, ഇത് ഉത്തരം ഹാസ് ആണ്. HAS ഹാസ്. ജീന സംശയിച്ച് പറഞ്ഞത് കറക്റ്റ് ആണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമ്മൾ 3-4 ജഡ്ജ് ഉണ്ടെങ്കിലും അതിന് എല്ലാവരുടെയും കളക്റ്റീവ് ഒരുമിച്ചാണ് പറയുന്നത് ജൂറി എന്ന് പറയുന്നത്. അപ്പൊ ആ ജൂറി എന്ന് പറയുന്നതിൽ ഒന്നിലധികം ആളുകളുണ്ടാവും, ജഡ്ജിമാരുണ്ടാവും. പക്ഷെ എല്ലാവരും ഒരു കളക്റ്റീവ് വേർഡാണ്. അപ്പൊ ഒറ്റ വേർഡിലാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ പറയാ, അത് സിംഗുലർ ആയിട്ട് നമ്മൾ പരിഗണിച്ചാൽ മതി. അപ്പൊ അവിടെ ഈ എന്താ വരുള്ളൂ, ഹാസ് ആ വരുള്ളൂ. ഹാസ്. ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ബൊക്കെ മേടിക്കുന്നു. ബൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിൻ്റെ അകത്ത് ഒന്നിലധികം പൂക്കളുണ്ട്. അത് ഓർത്തിനാ മതി. ഒരു പൂവല്ല ഉള്ളത്, ധാരാളം ഫ്ലവേഴ്സ് ആണ്. ഫ്ലവേഴ്സ് ആർ എന്ന് പറയണം. പക്ഷെ ബൊക്കെ പറയുമ്പോൾ ഈസ് എന്ന് പറയും. ബൊക്കെ ഈസ്. കാരണം എന്താണ്, ഇതൊക്കെ കൂടി ഓക്കെ ഒരുപോലെ ആക്കിയാണ്. യെസ്. അപ്പോ നമുക്ക് അവിടെ എന്ത് പറയുന്നു, ഒരെണ്ണമുള്ളൂ, സിംഗുലർ ആണ്. കളക്റ്റീവ് നൗൺ എന്നാണ് ഞാൻ ഇംഗ്ലീഷിൽ പറയുന്നത്, കളക്റ്റീവ് നൗൺ. അപ്പൊ ഈ ജൂറി എന്ന് പറയുന്ന വേർഡ് ഒരു കളക്റ്റീവ് നൗൺ ആണ്. അതിൻ്റെ അകത്ത് ഒന്നിലധികം ആളുകളുണ്ട്, പക്ഷെ ഒരു കളക്റ്റീവ് നൗൺ, എല്ലാത്തിനും കൂടെ ഒറ്റ പേരാണ്. യെസ്. അപ്പൊ ഈ ബൊക്കെ ആൻഡ് ഫ്ലവർ എന്നുള്ള കേസ് നിങ്ങളൊന്ന് മനസ്സിൽ ഓർത്തു വെച്ചാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The committee CO MMI TTEE. സ്പെല്ലിംഗ് അങ്ങനെയാണ്, എല്ലാവരും ഡബിൾ ആയിട്ട് വരുള്ളൂ കേട്ടോ. CO MMI TTEE. കമ്മിറ്റി ഡാഷ് considering CONSIDERING, considering the matter. Committee dash considering the matter. Yes. Okay. Bracket is and are ഉണ്ട്. Is and are ഉണ്ട്. Yes. Shijaya. Yes, sir. Is വേണോ ആർ വേണോ? Is. കമ്മിറ്റിയാണ്. കമ്മിറ്റിയിൽ കുറച്ചധികം ആൾക്കാരൊക്കെ ഡൗട്ടാ. 1 minute. നോക്കട്ടെ. നോക്ക്. പുനഃപരിശോധിക്കാനായിട്ട് ഒരു സമയം തരാം. കമ്മിറ്റി ആറ് മതി. ഈസിന്ന് പോയി ആറിലോട്ടായിരിക്കും അല്ലേ? ഉറപ്പിച്ചോ? വേണമെങ്കിൽ ഉറപ്പിച്ച്. വെരി ഗുഡ്. അവിടെ നിൽക്കട്ടെ. അഞ്ജു ജെയ്സ് ഇവിടെ ആദ്യം ഈസ് പറഞ്ഞു, പിന്നെ ആറിലോട്ട് വന്നു. അഞ്ജു എന്ത് പറയുന്നു? ഈസിൽ ഉറപ്പിച്ചു. രണ്ട് വ്യത്യസ്ത അഭിപ്രായമല്ല. ആൻസി ഇത് വേണം, ഈസ് വേണോ ആറ് വേണോ? സർ ഈസ് ആണ് ഞാനും പറയുന്നത്. യെസ്. ഷീജിന ആദ്യം പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു. ചീസ്. ഓക്കെ. കമ്മിറ്റി എന്ന് പറയുമ്പോൾ ധാരാളം ആളുകൾ കൂടിക്കുന്നു. സെക്രട്ടറി, പ്രസിഡന്റ്, ഖജാൻജി, വൈസ് പ്രസിഡന്റ്, ഇതെല്ലാവരും കൂടുന്ന ഒന്നിച്ചെന്ന് പറയുന്ന കമ്മിറ്റി. അപ്പോ ആ കമ്മിറ്റിയിൽ ധാരാളം ആളുകൾ ഉണ്ടാവും. നേരത്തെ പറഞ്ഞില്ലേ, ജൂറി എന്ന് പറയുമ്പോൾ ദാറ്റ് ഇൻക്ലൂഡ്സ് മോർ ദാൻ 1 ജഡ്ജസ്.
അപ്പൊ എന്ന് പറയുന്നത് പോലെ ഈ കമ്മിറ്റി എന്ന് പറയുന്ന വേർഡില് എന്താണ് ഒന്നിലധികം ആളുകളുണ്ട്. പക്ഷെ അത് സിംഗിൾ ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. കമ്മിറ്റി യെസ്. ഓക്കെ, അപ്പൊ അവിടെ ഈസ് ആണ് കറക്റ്റ്. ഞാൻ ഷിജിന മാറുമെന്ന് ഉറപ്പിടാൻ ഒരു ഉറപ്പിച്ചാന്ന് ചോദിച്ചാൽ അപ്പൊ തന്നെ മാറരുത്, ഞാൻ അതിൽ ഉറപ്പിച്ചു എന്ന് പറയണ്ടേ. ഓക്കെ ഓക്കെ ഓക്കെ. Yes. The audience, AUDIENC, audience dash BEN waiting 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 for long LONG ദീർഘസമയമായി ഓഡിയൻസ് വെയിറ്റ് ചെയ്തു. I will repeat the question. The audience dash be waiting for long. ബ്രാക്കറ്റില് has ഉണ്ട്, have ഉണ്ട്. യെസ്, വിദ്യ ഹാസ് ആണോ ഹാവ് ആണ്? സർ ഹാസ് ആയിരിക്കും. ഹാസ് ആയിരിക്കും, ഉറപ്പൊന്നുമില്ല. എന്തായാലും ഹാസിൽ ഉറപ്പിച്ചു. നർമ്മിതയെ പറയുന്നുണ്ട് ഇത് സിംഗുലർ അല്ലേ? ഓഡിയൻസിന് കുറെ ആൾക്കാരുണ്ടാവും. സർ ഓഡിയൻസ് എന്ന് വെച്ചാൽ കുറച്ചു മുന്നേ പറഞ്ഞ പോലെ തന്നെയല്ലേ? കമ്മിറ്റി ജൂറി എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെയല്ലേ? ആണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് സബിത വിളിക്കാം. അപ്പൊ സ്മൃതി കണ്ടു. സബിത ബി ഏത് വേണം? ഹാസ് വേണോ ഹാവ്? ഹാസ് അല്ലേ? ഓക്കെ, കറക്റ്റ് ആണ്. വീട്ടിൽ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ഓഡിയൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ധാരാളം ആളുകൾ ഉണ്ടാവും. പക്ഷേ അവരെല്ലാവരെയും കൂടി ഒരുമിച്ച് പറയുന്ന പേരാണ്, ഒരു സിംഗിൾ കളക്റ്റീവ് പേരാണ് ഓഡിയൻസ്. ഓക്കെ 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 യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഏതാണ്ട് നമ്മള് ഇതേപോലുള്ള ചോദ്യങ്ങളായിരിക്കും പരീക്ഷയ്ക്ക് വരുമ്പോൾ വരിക. ഇതിന്റെ അടിയിൽ ഇപ്പൊ 2 ആൻസർ ഉണ്ടായുള്ളൂ ബ്രാക്കറ്റിൽ. അപ്പോൾ ഒരു കൂടി ഉണ്ടാവും, 3 എണ്ണം. ആ 3 എണ്ണത്തിൽ സെലക്ട്. അപ്പൊ എവര് വരുമ്പോൾ എന്ത് ചെയ്യണം? വിത്ത് വരുമ്പോൾ എന്ത് ചെയ്യണം? നൈഗത് വരുമ്പോൾ എന്ത് ചെയ്യണം? ഐതത് വരുമ്പോൾ എന്ത് ചെയ്യണം? ഓർ വരുമ്പോൾ എന്ത് ചെയ്യണം? ആ ഒരു കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കാം. സബ്ജക്റ്റും വെർബും തമ്മിൽ റിലേഷൻഷിപ്പ്, ഒരു ബന്ധമുണ്ട്. ആ ബന്ധത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺകോഡ് എന്ന് പറഞ്ഞത്. ആ കാര്യമാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിരുന്നത്. ഒരുമാതിരിയൊക്കെ കാര്യങ്ങൾ 100% പിടികിട്ടിയില്ലെങ്കിലും ഒരു 50% പിടികിട്ടി കാണും അല്ലെ? 50% കൂടുതലുണ്ടാവും അല്ലെ? യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. സബ്ജക്റ്റ് എപ്പോഴും യോജിച്ചു പോകുന്നു മാത്രം. യെസ്. അപ്പൊ ഇനി നമുക്കൊരു 10-12 മിനിറ്റ് കൂടി ഉള്ളൂ. അപ്പോൾ ഞാൻ അടുത്തിലോട്ട് പോകുന്നില്ല. പകരം ഇതുവരെ പഠിപ്പിച്ചതിന്റെ മോക്ക് ടെസ്റ്റ് മറ്റുണ്ടാവോ? മോക്ക് ടെസ്റ്റ് ഞാൻ നിങ്ങൾക്കുള്ളത് ഓക്കെ ഓക്കെ ഇടുന്നുണ്ട്. ഓരോ ചാപ്റ്റർ വൈസ് പുള്ളിൽ വരുന്നുണ്ട്. 14 വരെ ആയിട്ടുണ്ട്. നേരത്തെ നിങ്ങളുടെ പരിഗണിക്കുന്നത് എന്തിനാണ് ഷിജിന? സംശയം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ഓക്കെ ഓക്കെ, ഐ വിൽ ടെൽ യു ലാസ്റ്റ്. ഓക്കെ 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 ഡോണ്ട് വറി. യെസ്, യെസ്. ഞാൻ അന്ന് നിങ്ങളോട് നിങ്ങളുടെ വൊക്കാബുലറി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ആർ എന്ന് പറയുന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ അതിന്റെ മറുപടിയൊക്കെ നിങ്ങൾ പറഞ്ഞു. റോളർ കോസ്റ്റർ വരെ നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പൊ ഇനി ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന്റെ ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ ആറാണ്. ആദ്യത്തെ റെഡ്. ഓക്കെ, യെസ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. 5 തുടങ്ങി മുകളിലുള്ള 5 തുടങ്ങി ആരംഭിക്കാം. യെസ്. ചോദ്യം ഇതാണ്. അപ്പർ കവറിംഗ് ഓഫ് ദ ബിൽഡിംഗ്. അപ്പർ കവറിംഗ് ഓഫ് ദ ബിൽഡിംഗ്. റൂഫ് ആണ് സർ. റൂഫ് ആണോ? ഓക്കെ. ആർട്ടിലൂടെ റബിത
ഐഷ ഇവരൊക്കെ വന്നു. കറക്റ്റ് ആൻസർ അല്ല, റൂഫാണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആൻസി ചോദ്യം ശ്രദ്ധിച്ചോളണം കേട്ടോ, ഇത് ലെങ്ത് ആണ്. യെസ്, ആൻസിക്കാണ്. എ മെഷീൻ Yes. resembling human, a machine resembling a human doing complex task. Nancy, Sir, എനിക്കറിയില്ലായിരുന്നു സർ. അറിയാൻ ദേ ഇവിടെ നോക്കി. ആർസു ആദ്യം പറഞ്ഞു, ചോദ്യം അവസാനിച്ചിട്ടുണ്ടായി, അതിന് മുമ്പ് ആർസുന്റെ ആൻസർ വന്നു. റോബോട്ട്. ഓക്കെ, എ മെഷീൻ റിസംബ്ലിംഗ് തോന്നുന്നത്, എ ഹ്യൂമൻ ഒരു മനുഷ്യനെ പോലെ തോന്നുന്ന ഒരു മെഷീൻ, ഡൂയിങ് കോംപ്ലക്സ് ടാസ്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ആറ് വെച്ച് വരുമ്പോൾ റോബോട്ട്. യെസ് യെസ്. അടുത്തത് വിദ്യനോടാണ് ചോദ്യം. എ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ റണ്ണേഴ്സ്, horses, HORSES, vehicles. Race. എന്നോടൊപ്പം തന്നെ സബിത എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, റേസ് ആണ്. റേസ്. ഓക്കെ. യെസ്. അടുത്ത ചോദ്യത്തില് ഞാൻ ചെറിയൊരു മാറ്റം വരുത്തുകയാണ്. ഇത്ര നേരം നിങ്ങൾ ഉത്തരം പറഞ്ഞപ്പോ അതിന്റെ ഫസ്റ്റ് ലെറ്റർ ആറായിരുന്നു. ഞാനത് മാറ്റി. ഫസ്റ്റ് ലെറ്റർ ജി ആണ്. ജി, ഗോഡ്. ജി ആണ്. രണ്ടാമത്തെ ലെറ്റർ എന്താണ്? ആറാണ്. GR. പിന്നെ ബാക്കിയുള്ളത് പറയാം. ഇപ്പോ ഗ്രീൻ എന്ന് പറയുന്നത് GREN. അപ്പൊ ജിയും ആറുമായിരിക്കും വരാം കേട്ടോ. ഐഷ അല്ല, വിദ്യയല്ലേ ഇപ്പൊ പറഞ്ഞു. അപ്പൊ സബിതയുടെ അടുത്തത്. ഓക്കെ, സോറി, ഐഷയോട് ഞാൻ പറയണ്ട. സബിത. യെസ്, ശ്രദ്ധിച്ച് കേട്ടോളൂ. ടു കുക്ക്, CWK, കുക്ക് ഫുഡ് ഓൺ മെറ്റൽ ബാർ. പേര് പറയും. ടു കുക്ക് ഫുഡ് ഓൺ മെറ്റൽ ബാർ. ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. സബിത, കഴിച്ചിട്ടുണ്ടാവും അങ്ങനെയുള്ള ഫുഡ്. യെസ്, ഞാൻ ഉത്തരം പറയാം. നമ്മൾ ഗ്രിൽഡ് ചിക്കൻ പറയില്ലേ, ആർസ് അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ആർസ് കഴിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാണ്. കാരണം ചോദ്യം വരുന്നതിന് മുമ്പേ തന്നെ ഉത്തരം അവിടെ വന്നു. യെസ്, ഓക്കെ. ഗ്രിൽഡ്, GRIL. അടുത്തത് ഐഷ, ചോദ്യം നോക്കിക്കോളൂ. എ ബിൽഡിംഗ്, BUILDING, building where WHERE, where you grow your plants, PLANTS. A building where you grow your plants, PLANTS, plants. ഒന്നും കൂടി ശരിയാക്കില്ല, നാൻസി ഒന്നും കൂടി റെഡിയാക്കാതെ. യെസ്, അതിനൊരു പേര് വരും. ഒന്നും കൂടി പറയാം. ഗാർഡൻ. ഗാർഡൻ എന്ന് പറയുമ്പോൾ GA വരും. GR ആണ്. GR വരാം. ഷഹാര ഒക്കെ GR ആരംഭിക്കട്ടെ. GR. ആദ്യത്തെ ലെറ്റർ G, രണ്ടാമത്തെ ലെറ്റർ R. Question repeat. Okay, I will repeat the question. A building where you grow your plants, PLANTS. Grow bag. പ്രവീണ, ജിയിലല്ല, ഗ്രോ ബാഗ് അല്ല, അത് ഒരു ബിൽഡിംഗ് ആയിട്ട്. നിങ്ങള് നേഴ്സറികളിൽ പോയി കഴിഞ്ഞാൽ അവിടെ കാണാം. നിങ്ങൾ ചെടിയൊക്കെ വാങ്ങിക്കുന്ന നേഴ്സറികളിൽ അതിന്റെ രീതിയിലൂടെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ അതിന് പേരുണ്ട്. ഗ്രൂമിങ് അല്ല സബിത, ഹൗസ് എന്ന് പറഞ്ഞ പേരിലാണ് അവസാനിക്കുക. ഹൗസ് എന്നുണ്ടാവും. ആദ്യത്തെ ഒരു വീട്, രണ്ടാമത്തെ വീട് ഹൗസിലാണ്. കറക്റ്റ് ആണ്. ഓക്കെ ആർസു, കറക്റ്റ് ആൻസർ. ഗ്രീൻ ഹൗസ് തന്നെ പേര്. നമ്മളെ നേഴ്സറിയിലൊക്കെ പോകുമ്പോ ഒരു പച്ച ഷീറ്റ് കൊണ്ട്
ഇങ്ങനെ വീട് പോലെ അതിനുള്ളിൽ കുറെ ചെടികൾ വെച്ചിട്ടുണ്ടാവില്ലേ, പ്ലാന്റ്സ് ഒക്കെ, അതിനെ പറയുന്ന പേരാണ് ഗ്രീൻ ഹൗസ്. ഗ്രീൻ ഹൗസ് അധികം വെയിലേൽക്കാതെ നമ്മൾ ചെടികൾ നടുന്ന ആ സ്ഥലത്തിന് പറയുന്ന പേരാണ് ഗ്രീൻ ഹൗസ്. ലെനയോടാണ് അടുത്ത ചോദ്യം. യുവർ പാരൻസ് അപ്പോസിഫിസ് ആണ് പാരൻസ്. എന്താണ് എനിക്കുള്ള ഗ്രാൻഡ് ഫാദർ വരുന്ന എല്ലാരും യുവർ പാരൻസ് അല്ലേ? ഗ്രാൻഡ് പാരൻസ് എന്താണ് ഗ്രാൻഡ് പാരൻസ്. ഓക്കെ, പാരൻസിന്റെ പാരൻസ്. അപ്പൊ ആരെ ഗ്രാൻഡ് പാരൻസ്. ഓക്കെ, നർമ്മിത് ഇവിടെ പറഞ്ഞായിരുന്നു. യെസ് യെസ്. അടുത്ത അപ്പൊ അത് പിടികിട്ടിയല്ലോ. യെസ്. അപ്പൊ ഞാനിനി നമുക്ക് സമയമായതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. യെസ്, സൈൻ ഔട്ട് പറയാം, ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ഞാൻ ക്ലോസ് ചെയ്യാം. യെസ്, പ്ലീസ് കോണ്ടാക്ട് മീ. ഇനി ആരാണ് സൈൻ ഔട്ട്? Sir, I am Vidya. Sign out. Today's class was nice class and